ആദ്യത്തെ 3 ധ്യാന ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി 4-ാമത്തെ ശ്ലോകം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുകളും സർവോപനിഷദോ ഗാവോ, എല്ലാ ഉപനിഷത്തിനെയും പശുവായി സങ്കല്പിച്ചാൽ, അതായത് അറിവാകുന്ന, ജ്ഞാനമാകുന്ന, ക്ഷീരം നൽകുന്ന പശുവായി സർവോപനിഷത്തിനെയും, ദോഗ്ധാ ഗോപാലനന്ദന, അത് കറന്നെടുക്കുന്ന, നമുക്കായി അത് കറന്നു നൽകുന്ന കറവക്കാരനായി ഭഗവാൻ ശ്രീകൃഷ്ണനെയും, പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്, പശുക്കിടാവ് അർജുനനും പാൽ ഗീതാമൃതവുമാണെന്നു കരുതിയാൽ അത് ഭുജിക്കുന്നവൻ ബുദ്ധിമാനാകുന്നു, മഹാത്മാവായിത്തീരുന്നു എന്ന് പറയുന്നു ഈ ശ്ലോകം. അടുത്ത ശ്ലോകത്തിൽ വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവസുതം ദേവം, വസുദേവൻ്റെ പുത്രനും, കംസചാണൂരമർദ്ദനം, കംസൻ, ചാണൂരൻ തുടങ്ങിയ അസുരന്മാരെ വധിച്ചവനും, ദേവകീ പരമാനന്ദം, ദേവകിക്ക് പരമാനന്ദം നൽകുന്നവനുമായ ജഗദ്ഗുരുവായ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ദുര്യോധനൻ്റെ പക്ഷത്തു നിൽക്കുന്ന മഹാരഥന്മാരുടെ ആ വ്യൂഹത്തെ, ആ എതിർപക്ഷത്തെ എങ്ങനെ ഭഗവാന്റെ കരുണ കൊണ്ട് പാണ്ഡവർ ജയിക്കാൻ പറ്റി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യാഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ. ഭീഷ്മർ, ദ്രോണർ എന്ന 2 കരകളും, ജയദ്രഥനാകുന്ന ജലവും, ഗാന്ധാരൻ എന്ന കറുത്ത പാറയും, ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുല, ശല്യരെന്ന മുതലയെയും കൃപരെന്ന ഒഴുക്കും കർണനെന്ന വേലിക്കയറ്റവും, അശ്വത്ഥാമവികർണ ഘോരമകരാ ദുര്യോധനാവർത്തിനി, അശ്വത്ഥാമാവിനെയും വികർണനെയും ഭയങ്കരങ്ങളായ ശ്രാവുകളായി ഇവിടെ കാണിക്കുന്നു. ദുര്യോധനനെയാകട്ടെ ആഴിയിലെ മഹാചുഴിയെ ഗർത്തമായി കാണുന്നു. സോത്തീർണാ ഖലു പാണ്ഡവൈ രണനദീ കൈവർത്തക കേശവ. പടക്കളമാകുന്ന ഈ പെരും നദിയെ, പെരും പുഴയെ കടത്തുകാരനായ ഭഗവാന്റെ കനിവ് കൊണ്ട് മാത്രം അക്കരെ കടന്ന് കരപറ്റി